ഹലോ, വെൽക്കം ടു കേരള ഫിംഗേഴ്സ്. അപ്പോൾ നമ്മൾ ഒത്തിരി കാലം കൂടിയാണ് പിന്നെയും കാണുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും. ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ആ 1 വർഷത്തിനകം ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. PhD കംപ്ലീറ്റ് ചെയ്തു, PhD അവാർഡ് ചെയ്തു, ജോലിക്ക് കയറി, വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൈദരാബാദാണുള്ളത്. ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വ്ളോഗിങ്ങൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടാമത് വീണ്ടും തുടങ്ങുമായിരുന്നു കുറേ കാലത്തിന് ശേഷം. അപ്പം ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം മാറിയിട്ട് സംഗാറെഡ്ഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഞായറാഴ്ച ചന്തയുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. ഇവിടെ പരിസരത്തുള്ള കർഷകരെല്ലാം ചന്തയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വൈകുന്നേരം വിൽക്കുന്നൊരു കാഴ്ച. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ആദ്യത്തെ വ്ളോഗ് അത് വെച്ച് തന്നെ തുടങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് നേരെ ചന്തയിൽ പോയി കാണാം, എങ്ങനെയാണിത് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ രസകരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നേരെ ചന്തയിലേക്ക് പോകാം. ആളുകളൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. അപ്പം ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം പോത്തറെഡ്ഡിപ്പള്ളി എന്ന് പറയും. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലാണ് സംഗാറെഡ്ഡി. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ഒരു കോമഡിയാണ്. നമ്മളൊന്ന് ക്രോസ് ചെയ്യുക, ആളുകൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 2 രീതിയിലാകും. ചിലപ്പോൾ വണ്ടി വരും. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സ്ഥലം കൂടെയാണ് ഇത്. പൂനെ, ഹൈദരാബാദ് പൂനെ ഹൈവേയുടെ പാർട്ടാണ്. അപ്പോൾ അവിടെ നല്ലൊരു ഡീവിയേഷനാണ്. ചേട്ടൻ സ്റ്റാൻഡ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളും ഇവിടെ നിന്നാണ് ക്രോസ് ചെയ്യാം. ഇവിടെ തണ്ണിമത്തൻ, ചേച്ചിമാരിങ്ങനെ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇത് കടക്കാരല്ല, പകരം ഇവിടുത്തെ കർഷകരാണ്. മാങ്ങാപ്പഴം, നാടൻ മാങ്ങാപ്പഴം, കറിവേപ്പില, വെള്ളരിക്ക, പച്ചക്കറി സാധനങ്ങളെല്ലാം സ്ഥലമാണ്. നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. മാങ്ങാപ്പഴം, ചുറ്റുമുള്ള കളിപ്പാട്ടം,
ഇഞ്ചി കുഞ്ഞവ ചെറിയ സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന കട. പാത്രങ്ങൾ വിൽക്കുന്ന കട. വെളുത്തുള്ളിത്തൊലി, ഉരുളക്കിഴങ്ങ്, kaya aeroy, kaya mapay, kaya aeroy, YouTube channel. ₹60 कितना भैया? कितना? दोनों 40. फोन पे 1 kg. अंदाज़ी 3 किलो 3 किलो. अच्छा, हाँ बहुत स्वीट है. ज़्यादा राइट नहीं चाहिए, हाँ मीडियम. ഇവിടുത്തെ വേറൊരു കാഴ്ചയാണ് കേട്ടോ. വേറെ ഒരാൾ ഇങ്ങനെ കിടന്നിട്ട് പൈസ റോഡിന് നടത്ത്. कितना भैया? फोन पे 20 രൂപയുടെ നാരങ്ങ അവിടെ മേടിക്കാൻ പോവാണ്. കവർ आपके पास? Yeah, YouTuber. YouTuber. Yeah. How are you? Fine. Yes. बोलो hi. Hi. Okay, thank you. आपका चैनल? Kerala Fingers. Kerala Fingers. Yeah, it's a Malayalam YouTube channel. Ah. I will subscribe your channel. Yeah, thank you. So we got a new subscriber here. ഇലവർഗ്ഗങ്ങളാണ് മൊത്തം. യൂട്യൂബ് കേരള ഫിംഗേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ఇక్కడ యా వాట్
इधर वर्क कर रहे हैं इधर हाँ हिंदी आता है हिंदी थोड़ा थोड़ा కొంచెం കൊഞ്ചം ആ കുറച്ച് ആ ഞാൻ സാധാരണ പച്ചക്കറി അവിടെ നിന്ന് ഇങ്ങനെ മേടിക്കാറില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ വൈഫ് പുള്ളിക്കാരി യു പിയിലാണ്, പുള്ളിക്കാരി അവിടെ PhD ചെയ്യുകയാണ് NIT അലഹബാദിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വല്ലപ്പോഴും വരാറുള്ളൂ. ലീവ് ഒരു ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരി വരുന്ന സമയങ്ങളിൽ കാര്യമായ കുക്കിങ്ങൊക്കെ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ വൈകുന്നേരം മാത്രമേ ഇവിടെ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി മേടിച്ചു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് മേടിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അത്ര അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം എനിക്ക് കുറച്ച് മതി. അപ്പം ഞാൻ പിന്നെ ഫ്രൂട്ട്സ് മേടിക്കും. ഫ്രൂട്ട്സ് അത്യാവശ്യം നമുക്ക് ചീപ്പായിട്ട് കിട്ടും, അത് സീസൺ അനുസരിച്ചാണ്. അപ്പോൾ അത് ഫ്രൂട്ട്സ് ചീപ്പായിട്ട് കിട്ടുമ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ച് വെക്കും. അപ്പോൾ അത് എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സൺഡേ മാർക്കറ്റിൻ്റെ കഥ. അപ്പം നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഒത്തിരി കാലം കൊണ്ട് വ്ലോഗ് ചെയ്യുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഞാൻ അത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളുമല്ല. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ശ്രമിക്കാം, ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.